എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നൊരു ചക്ക വെച്ചിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഇരിക്കാൻ. ചക്ക നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല. എല്ലാവരും ഈ ഒരു ചക്കയും വെച്ചിട്ട് 4 പേരിരിക്കുന്നത് എന്താണ്? പക്ഷെ ഈ ചക്ക ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ചക്ക ആദ്യമായിട്ടുണ്ടായ ഒരു ചക്കയാണ്. അതെ. അപ്പൊ എന്ത് പറ്റി? ആ വീട്ടുകാരി, നമ്മുടെ വീഡിയോ കാണുന്ന വീട്ടുകാരി ആദ്യത്തെ ചക്ക ഞങ്ങൾക്ക് തന്നു. ആരും ചെയ്യല. ഇത് വരിക്കണ കൂഴണെന്ന് അവർക്കും അറിയാൻ പറ്റത്തില്ല, ആ വീട്ടുകാർക്കും അറിയാൻ പറ്റില്ല ഇത് വരിക്ക ചക്ക. ചേട്ടൻ തിന്നു നോക്കിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ആരും തരത്തില്ല. ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു ചക്ക നമുക്ക് തരിക എന്ന് വെച്ചാൽ അതൊരു ആ ഒരു മനസ്സ്. പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഏതായാലും ഞങ്ങൾക്ക് ചക്കയൊന്നും ഇല്ല, ഇവിടെ പ്ലാവൊന്നും ഇല്ല. അടുത്ത വർഷം കഴിക്കും. അടുത്ത വർഷം കഴിക്കും. ഇത്തവണ വെറുതെ വന്നേച്ചും പോയി. അതിന്റെ ഒരു ഇതല്ലേ. നമുക്കിത് അച്ഛനെ കൊണ്ട് മുറിപ്പിക്കാം. നല്ലപോലെ പഴുത്തൊക്കെ ഇരിക്കണം. വേണ്ട കേക്ക് മുറിക്കുന്ന പോലെയാണ് ഞങ്ങള് വട്ടം കൂടി ഇരിക്കുന്നത്. കയ്യടിക്കാണ്. ഇതിപ്പോ അറിയാം ഇത് വരിക്കണ കൂഴണ എന്നൊക്കെ അറിയാം. പഴുത്ത ചക്കയെ കൊണ്ട് പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നുണ്ടല്ലേ? ശരണി നോക്കിക്കൊണ്ടിരിക്കുക. പശ ഉണ്ട്. സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. വരിക്ക ചക്കയാണ് എന്ന് ഉറപ്പിച്ച്. ആരോ വന്ന് ഞാനൊന്ന് പോയി നോക്കാം. അച്ഛൻ എണീക്കാൻ. അച്ഛൻ പോയി നോക്കാന്ന്. അച്ഛൻ എണീക്കാന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛൻ എണീറ്റ് പോയിട്ടുണ്ട്. ആരോ ബെല്ലടിച്ച്. വരിക്കച്ചക്കയാണ് കേട്ടോ. നോക്കാം. അവിടെ എങ്ങനെയുണ്ട്? നല്ലതാണ്. നമ്മുടെ കണ്ണപ്പനാണ് വന്നത് കേട്ടോ, വേറെ ആരുമല്ല. അവിടെ പറയുന്നുണ്ട് കണ്ണപ്പനാണ് വന്നത്. അപ്പൊ വന്നിരിക്കും. വന്നിരുന്നിട്ടൊക്കെ നല്ല വരിക്ക ചക്കയാണ്. കൂട്ടുകാരെ, അപ്പൊ ഇനി ഇവര് ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇങ്ങനെ 2-3 പീസൊക്കെ. ഞാൻ കണ്ണപ്പം വന്നിട്ടുണ്ട്. കണ്ണപ്പൻ്റെ പറയട്ടെ. അപ്പൊ ആ നേരത്ത് നിങ്ങൾ ഇതൊന്ന് വട്ടമൊക്കെ കട്ട് ചെയ്യുക. അപ്പൊ ഇത് കണ്ടല്ല, ഇതൊക്കെയാണ് നമ്മുടെ ചക്കയുടെ വിശേഷം. നല്ല ചക്കയാട്ടെ, നല്ല മധുരമുണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തച്ചാ. എന്നാ ഞാനേ പോയി ഒന്ന് കണ്ണപ്പനോട് വർത്താനം പറഞ്ഞു. ഇത് അമ്മയും മോനും ഒഴിവാകുന്നതാ ഈ കാണുന്നത്. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ചക്ക ചെയ്യാൻ മടിയായത്. അച്ഛനും മകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കൊച്ചു കോളേജിൽ നിന്ന് വന്നല്ല. ഇപ്പൊ കുട്ടികൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. ഈ ചക്ക മുറിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പറയുന്നു. കാരണം നിങ്ങൾ തരുന്ന കമന്റൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇത് ഈ ചക്കൊരു മഞ്ഞപ്പ് കുറവാണല്ലേ? വെളുത്ത കളറാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ട്. അടിപൊളി സാധനം. അപ്പൊ ചക്ക തിന്നാൻ ആഗ്രഹമുള്ളവരെല്ലാം എല്ലാവരും പോലെ ഇത് കട്ട് ചെയ്ത് നമുക്കൊന്ന് കൂട്ടുകാരെ കാണിക്കാല്ലോ. കൂട്ടുകാർ മുറിക്കണ്ടേ? ഞങ്ങള് മുറിച്ചു തരാം. ഞങ്ങൾ ബന്ധുകാരല്ലേ? അതെ. വർത്താനം പറയാതിരിക്കാൻ ഇടക്ക് ഓരോന്നും എന്റെ വായിലോട്ട് വെച്ച് തന്നുണ്ട്. കൂട്ടുകാരെ, ഇവിടെ അങ്ങനെ അടിപൊളി ചക്ക, സൂപ്പർ ചക്ക എന്റെ കയ്യിരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് അടുത്തൊക്കെ എടുക്കട്ടെ. അപ്പൊ ഞാൻ കണ്ണപ്പനെ ഒന്ന് പോയി നോക്കിട്ട് അവിടെ നമ്മളെല്ലാരും കൂടി ചക്ക മുറിക്കുകയാണ്. കണ്ണപ്പ വന്ന് ക്ഷീണമുണ്ട് മുഖത്ത്. നമുക്ക് ചക്കയൊക്കെ തിന്നണ്ടേ?
അതാ അച്ഛമ്മേനെ കൊണ്ട് ചായ തിളപ്പിക്കട്ടെ. ചായ വെക്കാൻ പറയാം. നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ഹായ് കൊടുത്ത്. അങ്ങനെ ഒരുക്കങ്ങളായപ്പോ മുറിച്ച് വന്നപ്പോ അതെ അച്ഛനും മകളും മാത്രമായി. ആണല്ലേ? അച്ഛനൊരു ചക്കയൊക്കെ എടുത്ത് കഴിച്ചു. എങ്ങനെയുണ്ട് അച്ഛാ? പറഞ്ഞേ നമ്മുടെ കൂട്ടുകാർ. ചക്ക വരിക്കാണ് നല്ല ഇതല്ല ഇങ്ങനെ മറ്റേ ഈ മഴ പെയ്തുകൊണ്ടായിരിക്കും മധുരക്കുറവ്. കളറും എന്നാ മധുരം ഉണ്ട്. മധുരം ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല. അതെ, പിന്നെ കളറില്ല അല്ലേ? അതെ അതെ അതെ, പേര് വരെയായി. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് മൊത്തം ഒന്ന് അടത്തിയെടുക്കട്ടെ. ശരണ്യ ഇതുകൊണ്ട് എന്തെങ്കിലും വല്ല പരിപാടിയും ശരണ്യക്ക് പ്ലാൻ ഉണ്ടാ? ഇല്ല. അമ്മ ദേ ചായ വെച്ചോണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ആ നേരത്ത് അച്ഛനും വല്ല പ്ലാൻ ഉണ്ടാ? അച്ഛൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. പാവം അച്ഛൻ കഴിച്ചു. എന്നാ അച്ഛനോട് ഞാനൊന്നും ചോദിക്കുന്നു. എന്നാണ് പൊരിക്കാൻ പോണോ? ആ, ടെസ്റ്റ് ചെയ്യാൻ പോണോ? അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ചക്ക മാവില് മുക്കി പൊരിക്കണം പൊരിക്കണം. ആ, നമുക്കതൊന്ന് നോക്കാം. എന്റെ ആ ചക്ക കാണിച്ചേച്ചാ. പൊരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കണം? ഇതേ ശരണ്യ എത്തി നോക്ക്. അല്ലല്ല, അങ്ങനെ ശരണ്യ കാണിക്കില്ല. ശരണ്യൊക്കെ ഞാൻ തന്നെ ചെയ്യണ പരിപാടിയാണ്. ശരണ്യ ദേ ഇരിക്കണം. ശരണ്യ ദേ കണ്ട. അതെന്താണ് ശരണ്യ? ഞാൻ കാണിച്ചു കൊടുക്കാൻ ഇല്ലേ? താഴെ അപ്പൊ ഇതുപോലെ മൊത്തം ഒന്ന് ചെയ്തേച്ചൊക്കെ കാണിക്കാല്ലേ. പിന്നെ അല്ല പൊരിക്കാൻ ചെറിയൊരു പരീക്ഷണം മാത്രമേ ഇന്ന് അച്ഛന്റെ പരീക്ഷണാണ്. നിങ്ങളെല്ലാം പോര് നമുക്ക് ഒന്നിച്ച് നിന്ന് അച്ഛന്റെ പരീക്ഷണത്തിൽ സപ്പോർട്ട് ചെയ്യും. അല്ലേ? എവിടം വരെ ആയി ശരണ്യ? ദേ കണ്ട ദേ ഇതിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് വറക്കാനാ. പിന്നെ മറ്റേതാ? മറ്റേത് ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക്. ശരണ്യൊക്കെ ചിലപ്പോ ചക്ക കിട്ടില്ല വേളപ്പൊക്കേണ്ട കാര്യം. നമുക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാവേ. ചക്ക കൊടുക്കാം. മാവ് കലക്കി വെച്ച് പൊരിക്കാനുള്ള. ആഹാ, അമ്മ നേരത്ത് മാവൊക്കെ കലക്കി. മാവ് കലക്കി ചട്ടിയും വെച്ച് ഇനി എണ്ണ ഒഴിക്കണം. ഇനി എണ്ണയും കൂടി കൈ കഴുകിട്ട് അച്ഛൻ പൊരിക്കും. കൈ കഴുകിച്ച എന്തോ ഞാൻ പിടിച്ചു തരാം. അവിടെ ഒന്നുമില്ല അച്ഛൻ. അച്ഛൻ ഇപ്പോഴും ചെറുപ്പല്ലേ അല്ലേ? അച്ഛൻ ചെറുപ്പല്ലേ അല്ലേ? അതാണ് നമ്മുടെ അച്ഛൻ. അച്ഛൻ എന്നോട് വെറുതെ പറഞ്ഞതാണ് പിടിക്കാന്നല്ലേ. അപ്പൊ ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കട്ടെ. പൊക്കിയെടുത്ത് എന്റെ ദൈവമേ. 65 വയസ്സുള്ള അച്ഛൻ തന്നെത്താൻ എണീറ്റ്. 27 വയസ്സുള്ള മകളെ അമ്മ പൊക്കി. ഇനി ശരണ്യയുടെ പാടാണ് ഇതെല്ലാം ഒന്ന് അടുക്കി പെറുക്കല്ലേ ശരണ്യ? ഇതൊക്കെ ഒന്ന് വിനയപ്പെടുത്തണ പാടാണല്ലേ ശരണ്യ? അല്ലേ അച്ഛനാണ് പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് ശരണ്യ കയറി പൊരിച്ച. സൂപ്പറായിട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ മാവൊക്കെ കലക്കി വെച്ച് കൊടുത്ത്. അപ്പൊ ശരണ്യ അത് കാണിച്ചു തരാം മോനെ. പിന്നെ കൂട്ടുകാരെ ഇത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടാ, വേറെ ഒന്നും അല്ല. നല്ല
ഓയിലല്ല വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയാണ് ഇത്. നല്ല മില്ലിൽ നിന്ന് പോയി അതെ. വെളിച്ചെണ്ണ. നല്ല ആ സ്മെല്ല് തന്നെ ഇവിടെ ശരണ്യ ചിരിക്കണം. അതെന്താണ് ശരണ്യ ചിരിക്കണം? മുണ്ട് ചക്കലി ഇത് കണ്ടുകൂട്ടുകാരെ ആ ചക്ക അങ്ങോട്ട് പറ്റിയാനാണ്. അല്ല മക്കളെ ഇത് കണ്ട ശരണ്യ പറയണ്ടേ, അത് ചിരിക്കണേ, അത് വലിയ ഭംഗിയായിട്ട് തോന്നും. ഈ അമ്മയാണ് തോണ്ടി കാണിക്കണല്ലേ. ഇത് കണ്ട അത് പറയണ്ടേ, ഇത് കണ്ട അതെ ആ നേരാണ്. പക്ഷേ ഇപ്പൊ മൊത്തം അല്ല കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, നല്ല കാര്യം ഇത് കഴുകണത് അമ്മമാരും കൂടിയാണ്. അതെ അതെ. ഞാൻ ഒന്നിനെ പറ്റിച്ചേക്കാം. ഇപ്പോഴാണ് ഓർത്തത്, ഇപ്പോഴാണ് ഓർത്തത്. അത് മൂത്ത് പോകും, കരിഞ്ഞു പോകും. അതെ അത് നോക്ക്. കണ്ട ഇതൊക്കെ നല്ല പഴംപൊരി പോലെ തന്നെ ആയിട്ടുണ്ടല്ലേ, അടിപൊളി അല്ലേ കൂട്ടുകാരെ? അങ്ങനെ ദേ അച്ഛൻ തന്നെ വീണ്ടും തിരിക്കാനും മറിക്കാനൊക്കെ പോയി ചക്ക. കണ്ട അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ്. അച്ഛന് എപ്പോഴും പറയുമെങ്കിലും ഞാനും ഓർത്തില്ല അച്ഛൻ ഇത്രയും നല്ലൊരു ഐറ്റം ആണെന്ന്. ശരണ്യത് എന്തിരിക്കാണ് കയ്യെന്നൊക്കെ പെറുക്കി കളയുന്നത്. നമ്മുടെ അമ്മയെ ഏതാണ്ടൊക്കെ പെറുക്കി കളയും. പക്ഷെ അമ്മേനെ ക്യാമറയിൽ കാണുന്നില്ല, കാരണം അമ്മ എന്റെ മുണ്ട് അമ്മമാളും കൂടെ പൊട്ടിക്കളഞ്ഞിരിക്കല്ല. ഞാൻ ചിരിക്കണില്ല, ഞാൻ കാര്യമാണ് പറഞ്ഞു. ദൈവം ഇതൊക്കെ കണ്ടാണ് നിൽക്കുന്നത്. അപ്പോഴത്തെ തരും കേട്ടാ, അനുഭവിച്ചു. അത് കയ്യുടെ മുട്ടല്ലേ എണ്ണ സൂക്ഷിക്കണം കേട്ടാ. നമ്മളെ ചിരിച്ചു കളിച്ചിരിക്കുമ്പോ എണ്ണയാണ് സൂക്ഷിക്കുക. ശരണ്യ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ തിരിയുമ്പോ നേരെ പുറകിൽ പോയി നിൽക്കരുത് കേട്ടാ. ആ അച്ഛനറിയാൻ പറ്റിയല്ല. അപ്പൊ ഇത് കണ്ട ഇനി കൂട്ടുകാരെ ഇങ്ങനെ ഒന്ന് കോരിയൊക്കെ എടുക്കണം അല്ലേ? മൂക്കാനുണ്ടാ ഇനി. അപ്പൊ ഇതൊന്ന് മൂത്തിട്ടൊക്കെ കാണിക്കാം. കാണിക്കണത് ചെയ്യേണ്ട കാര്യമാണ്. മുട്ടാതെ നോക്കിയ പോലെ എന്നെ കൂടി തിരുമു. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പൊളിച്ച ചക്കൊക്കെ ഇത്രയും കുഴപ്പമില്ല. അതായത് നല്ല ചക്കയാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടുണ്ടായ ചക്ക തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു അല്ലേ? അതെ അതെ. അത് നമ്മള് ഒരു പുതിയൊരു ഐറ്റം കൂടി അതുകൊണ്ട് നമ്മൾ പുതിയ ഐറ്റം അല്ല, ഇതെല്ലാരും ചെയ്യുന്ന ഐറ്റം ആയിരിക്കും. എന്നാലും നമ്മളത് ചെയ്ത് അതില് ഒരുപാട് സന്തോഷം. ചക്ക തന്നതില്ല കൂട്ടുകാരെ. അങ്ങനെ അതെ അതൊക്കെ കോരിയിട്ടുണ്ട്. കോരി ഇതിലായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ട നമ്മൾ വറുത്തതാണ് ഈ പാത്രത്തിലായിട്ട് വെച്ചിരിക്കുന്നത്. അച്ഛൻ തന്നെ അത് കോരണുണ്ട്. ശരണ്യാണ് ആദ്യം കോരിയതല്ലേ? ശരണ്യ ഇവിടെ വന്നേ നമ്മുടെ കൂട്ടുകാരുടെ ഒരു കാര്യം പറഞ്ഞില്ല, നാളത്തെ കാര്യം. നാളെ കോന്നി എന്താണെന്ന് പറഞ്ഞ ആ അപ്പൊ നമ്മുടെ കണ്ണന്റെ PSC പരീക്ഷയാണ്. അപ്പൊ അത് കോന്നി വെച്ചാണ്. അപ്പൊ ഒരാള് പരീക്ഷ എഴുതാൻ വേണ്ടി കണ്ണന്റെ കൂടെ ഞാനും ശരണ്യയും അച്ചുക്കുട്ടി ഞങ്ങൾ 4 പേരും കൂടിയുള്ളൊരു യാത്രയാണ് നാളെ പത്തനംതിട്ടക്ക്. അച്ഛനും അമ്മയല്ല, കണ്ണനും അച്ചുക്കുട്ടിയും ഞാനും ശരണ്യ. അപ്പൊ അങ്ങനെ പത്തനംതിട്ട വരെയുള്ള യാത്രയാണ്. അവിടെ വെച്ച് നമ്മുടെ കൂട്ടുകാരെ അപ്പൊ ആരെങ്കിലൊക്കെ അവിടെ വെച്ച് കൂട്ടുകാരെ കാണാൻ സാഹചര്യം ഉണ്ടാകട്ടെ. ഫോൺ വന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കോരി വെക്കുന്നുണ്ട്. കണ്ടാ കൂട്ടുകാരെ നല്ല അടിപൊളി ചക്ക പൊരിച്ചതാണ് ഈ കാണുന്നത്. കണ്ട അങ്ങനെ 3 പേരും കൂടി ഇരിപ്പുണ്ട്. ശരണ്യ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൂട്ടുകാരോട് പറഞ്ഞേ. ആണോ? ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അച്ഛാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ആണോ? നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിട്ട് കമന്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തത്
പഴംപൊരി കഴിക്കും പോലെ തന്നെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ടല്ല, ഇത് വലിയ വീഡിയോ തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. നിങ്ങൾക്ക് ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പൊ അടുത്ത നല്ല വീഡിയോ വരെ ബൈ.